പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോയിൽ എന്തുകൊണ്ടാണ് നെക്സ്റ്റ് വേവിൽ ജോയിൻ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാൻ നെക്സ്റ്റ് വേവ് ചൂസ് ചെയ്യേണ്ടത്, ഈ ഒരു കൺസേൺ ഞാൻ ഒത്തിരി കുട്ടികളിലും അതുപോലെ തന്നെ ഡിസ്കഷനിലും വന്നിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വേവ് ചൂസ് ചെയ്യാം, എന്തുകൊണ്ടാണ് നെക്സ്റ്റ് വേവിൽ പഠിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരു സക്സസ്ഫുൾ കരിയറിലേക്ക് എത്താൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലെ എഡ്യൂക്കേഷനും ആൾക്കാർ പ്രിഫർ ചെയ്യാറുണ്ട്. ചെയ്തോ, ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് ദെൻ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു കാര്യം നമ്മളൊരു സ്ട്രക്ചേർഡ് പാത്തിൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർലി ഡിസൈൻ ചെയ്ത ഒരു പാറ്റേണിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കത് പഠിച്ച് നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഗെയിൻ ചെയ്ത് നമ്മളത് ഒരു എൻഡ് റിസൾട്ടിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒരിക്കലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജസ്റ്റ് നമ്മൾ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ കിട്ടില്ല. അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ഡ്രൈവിംഗ് അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ട്. നിങ്ങളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചെന്നു, നിങ്ങൾ കാര്യങ്ങൾ കണ്ടു, നിങ്ങൾക്കൊരു ഐഡിയ ലഭിക്കും. പക്ഷേ അത് മാത്രം വെച്ച് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? നെവർ. കാരണം നിങ്ങൾക്ക് അത് ചെയ്ത് ഒരു പ്രാക്ടീസ് ഇല്ല. കാരണം എന്തൊരു കാര്യവും നമ്മളത് പഠിച്ച് ആ കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് ആ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വരാനും സാധിക്കുന്നത്. അതാണ് നെക്സ്റ്റ് വേവിൽ നടക്കുന്നത്. കുറേ കരിക്കുലം കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല, ഒരു കമ്പനിക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രാക്ടിക്കലി പഠിക്കുമ്പോഴാണ് നമുക്കും നല്ലൊരു ജോബിലേക്ക് എത്താൻ പറ്റുന്നത്. പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലേണിംഗ് ഫേസിൽ മെയിനായിട്ട് വരുന്നൊരു സംഭവമാണ് ഡൗട്ട്സ്, അല്ലേ? നമ്മളൊരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഡൗട്ട് വന്നാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ അവിടുത്തെ ട്യൂട്ടറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മളൊരു 100 സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു 50 സ്റ്റുഡൻസ് ആയിട്ട് ഇരിക്കുമ്പോൾ 80 to 90% ഓഫ് സ്റ്റുഡൻസ് എന്താ ചെയ്യുക? അവർക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ കോൺഷ്യസ്നെസ് കാരണം അവർ ചെന്ന് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യില്ല. എല്ലാവരും അല്ല, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് സിസ്റ്റം ഓഫ് ഡൗട്ട് ക്ലിയറൻസ് അല്ലെങ്കിൽ ഡൗട്ട് റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ ഒരു മടിയും അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് ചാറ്റ് ബോർഡ്സ് ഉണ്ട്, വി ഹാവ് കരിയർ മെൻറ്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്, ട്യൂട്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്, ഹു ആർ ഓൾവേസ് അവൈലബിൾ. എന്തുകൊണ്ട്? നമ്മുടെ സ്റ്റുഡൻസിന് എന്തൊരു ഡൗട്ട് വന്നാലും വി റീച്ച് ഔട്ട് ടു ദം, അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ത്രൂ തന്നെ നമ്മുടെ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യും. അതിനുവേണ്ട ടൈമും വളരെ കുറവാണ്. അതുകൊണ്ട് ഓരോ സ്റ്റുഡൻസിനും അവർ പഠിക്കുമ്പോൾ എന്തൊരു ചെറിയൊരു ഡൗട്ട് ആയിക്കോട്ടെ, എന്തൊരു എലാബറേറ്റ് ചെയ്ത് അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ട ഒരു സെഷൻ ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ഈസിലി പോസിബിൾ ഇൻ നെക്സ്റ്റ് വേവ്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും പലതരം പ്രോഗ്രാംസും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് അത് വളരെ എക്സ്പെൻസീവ് ആണോ അല്ലെങ്കിൽ അത് വളരെ ചീപ്പാണോ എന്നുള്ളൊരു കൺസേൺ നമുക്കുണ്ട്. ചില പ്രോഗ്രാംസിനൊക്കെ 2000 അല്ലെങ്കിൽ ഒരു 3K റുപ്പീസൊക്കെയാണ് അതിൻ്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചുമ്മാ പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണോ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കൺസേൺ നിങ്ങൾ മനസ്സിലാക്കാതെയും നെക്സ്റ്റ് വേവിൽ ഇവിടെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ ഒരു കരിയർ പ്രൂവ് ചെയ്ത ആൾക്കാർ, ലെറ്റ് ഇറ്റ് ബി എൻ ടോപ്പ് IITian അല്ലെങ്കിൽ ഒരു ടോപ്പ് കമ്പനിയിൽ ഒരു 1 CR+ പാക്കേജ് ലഭിച്ച ഒരാൾ, ഇങ്ങനത്തെ ഒരു ആൾക്കാർ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഫേസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തവരാണ്. അവർക്കറിയാം ഇൻഡസ്ട്രിയിൽ എന്ത് സ്കിൽസാണ് വേണ്ടത്, അവർക്കറിയാം എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്താൻ പറ്റിയത്. അവർ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ടോപ്പ് കമ്പനീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവർ സ്ട്രക്ചർഡ് രീതിയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ റാൻഡമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ത്രൂ ഒരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ മാത്രം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടിക്കലി ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു സിമ്പിൾ എക്സാമ്പിളായിട്ട് തന്നെ പറഞ്ഞു തരാം. നമുക്കിപ്പോൾ ഒരു ട്രെയിനിങ്, അതിപ്പോൾ ഒരു ക്രിക്കറ്റ് അക്കാഡമി ആയിക്കോട്ടെ. ഒരു ക്രിക്കറ്റ് അക്കാഡമി നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിൽ ഉണ്ടാവും, ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഉണ്ടാവും എന്ന് വിചാരിക്കും. ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ അവർ പഠിപ്പിക്കുന്നത് നന്നായി ഒരു ഗെയിം ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു കോച്ച് ആയിരിക്കും അവിടെയുള്ളത്, ആ ഒരു ഡിസ്ട്രിക്ട് വൈസ്. റാദർ നിങ്ങളൊരു ഇന്ത്യൻ ടീം അല്ലെങ്കിൽ നമ്മളൊരു ടോപ്പ് ഇൻ്റർനാഷണൽ ലെവൽ കളിച്ചിരിക്കുന്ന ഒരാളാണ് നമ്മൾ കോച്ച് ചെയ്യുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രിഫർ ചെയ്യേണ്ടത് അതായിരിക്കും. കാരണം അവരുടെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ്, അവരുടെ റോ റിയാലിറ്റി കാര്യങ്ങളെല്ലാം അവർക്കായിരിക്കും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ആണ് പല പ്ലാറ്റ്ഫോംസിനെയും നെക്സ്റ്റ് വേവിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ അല്ലെങ്കിൽ ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ. ഇനിയും നിങ്ങൾക്ക് കൺസേൺസ് ഉണ്ടാവും, നിങ്ങൾക്ക് പല ഡൗട്ടുകൾ ഉണ്ടാവും. യെസ്, ഇവിടെ ഈ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അത് റിക്വസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് ഡിസ്ക്രൈബ് ചെയ്യാം. ആൻഡ് അവർ ടീം വിൽ ഗെറ്റ് ബാക്ക് ടു യു. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിലും ഞങ്ങൾ ഷുവറായിട്ടും ഈ കൺസേൺസും കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ ദെൻ, ഹാപ്പി ലേണിംഗ്, ഓൾ ദി ബെസ്റ്റ്.